അടുത്തതായി 52-ാമത്തെ ശ്ലോകം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശു ദേവഭൃത് ഗുരു. ഇതിലെ നാമങ്ങൾ ഗഭസ്തിനേമി സത്വസ്ഥ സിംഹ ഭൂതമഹേശ്വര ആദിദേവ മഹാദേവ ദേവേശ ദേവഭൃത് ഗുരു. ഇങ്ങനെ 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത്. അതിലെ ആദ്യത്തെ നാമം 487-ാമത്തെ നാമം ഗഭസ്തിനേമി. ഗഭസ്തിനേമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്ന നേമികളോട് കൂടിയിട്ടുള്ളവൻ എന്നാണ്. ഗഭസ്തിനേമി എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. പ്രകാശിക്കുന്ന നേമി എന്ന് പറഞ്ഞാൽ ആ ചക്രത്തിൻ്റെ നടുക്കിലുള്ള ആ കമ്പുകൾ, അതാണ് നേമി. അങ്ങനെ പ്രകാശിക്കുന്ന അനവധി നേമികളോട് കൂടിയ ചക്രത്തോടു കൂടിയവൻ എന്നാണ് ഗഭസ്തിനേമി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം ലക്ഷണങ്ങളോട് കൂടിയവരാകട്ടെ യമനാലോ യമൻ്റെ കിങ്കരന്മാരാലോ കീഴടക്കാൻ സാധിക്കാത്തവരാകുന്നു. എന്തെന്നാൽ അവരുടെ രക്ഷകൻ ഗഭസ്തിനേമിയായ ഭഗവാനാകുന്നു. അപ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങളെ പറഞ്ഞു. ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ചില ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ആളുകൾ ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. നമ്മൾ പറഞ്ഞു, ഈ ശംഖചക്രത്തെയൊക്കെ ധരിച്ച് ഇരിക്കുന്നവർ, ഈ ധരിച്ചിരിക്കുന്നവർ എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങളോട് കൂടിയവൻ. ഈ ലക്ഷണങ്ങളൊക്കെ ഒരു വലിയ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെ കാഴ്ചപ്പാടിലേക്ക് ഉയർന്നവർ, താൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ ഉയർന്ന കാഴ്ചപ്പാടോട് കൂടിയവർ ആണ് ഭഗവാന്റെ പ്രിയപ്പെട്ടവർ. അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ ലക്ഷണങ്ങളോട് കൂടിയവരാകട്ടെ യമനാലോ യമൻ്റെ കിങ്കരന്മാരാലോ കീഴടക്കാൻ സാധിക്കാത്തവരാകുന്നു. യമന് കീഴടക്കാൻ സാധിക്കില്ല, യമൻ്റെ കിങ്കരന്മാർക്കും കീഴടക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ അവരുടെ രക്ഷകൻ ഗഭസ്തിനേമിയായ ഭഗവാൻ ആകുന്നു. ഗഭസ്തിനേമി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകാശിക്കുന്ന നേമികളോട് കൂടിയ ചക്രത്തോട് കൂടിയവൻ. പ്രകാശിക്കുന്ന സഹസ്രാര ചക്രം എന്നർത്ഥം. സുദർശന ചക്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകാശിക്കുന്ന 1000 അരങ്ങളോട് കൂടിയിട്ടുള്ള ഈ 1000 പ്രകാശിക്കുന്ന ഈ അരങ്ങളോട് കൂടിയിട്ടുള്ള ചക്രം ആണ് സുദർശന ചക്രം. അങ്ങനെ ആ സുദർശന ചക്രത്തോട് കൂടിയവനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ ആരാധിക്കുന്നവർ ആയിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. ആ ലക്ഷണങ്ങളോട് കൂടിയവർ യമനെയോ ആ കൂടിയവരെ യമനോ യമൻ്റെ കിങ്കരന്മാർക്കോ കീഴടക്കാനോ സ്വാധീനിക്കാനോ സാധിക്കില്ല. പ്രകാശിക്കുന്ന ജ്യോതിർമയമായ ചക്രം ആർക്കാണോ ഉള്ളത് അയാളാണ് ഗഭസ്തിനേമി. അത് ഭഗവാനാണുള്ളത്. ഈ പ്രകാശിക്കുന്ന ജ്യോതിർമയമായ ചക്രം, സഹസ്രാര ചക്രം, 1000 അരങ്ങളോട് കൂടിയിട്ടുള്ള അനന്തങ്ങളായിട്ടുള്ള പ്രകാശിക്കുന്ന ഈ നീണ്ട നിരയോട് കൂടിയിട്ടുള്ള ചക്രം. ഈ ഒരു ചക്രം, ആ ചക്രത്തിൻ്റെ നടുക്ക് ഒരു ബിന്ദു. ഈ ബിന്ദുവിനെ കണക്ട് ചെയ്യുന്ന ലൈനുകളാണ് അരങ്ങൾ. അങ്ങനെ ആ അരങ്ങൾ നേമികൾ, ഇത് ആണ് ഈ ബിന്ദുവിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നടുക്കിലുള്ള ആ ബിന്ദുവിനെയും ചക്രത്തെയും കണക്ട് ചെയ്യുന്ന അരങ്ങൾ നേമികൾ,
അരങ്ങൾ അഥവാ നേമികൾ, അത് അനന്തങ്ങളാണ്. അങ്ങനെ അനന്തങ്ങളായിട്ടുള്ള നേമികളോടും അരങ്ങളോടും കൂടിയിട്ടുള്ള ചക്രത്തോടു കൂടിയവനാണ് ഭഗവാൻ. അതാണ് ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിൻ്റെ പ്രാധാന്യം. ഈ സുദർശന ചക്രം, ഈ സുദർശന ചക്രത്തിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ആരാധനാ രീതികൾ, പലതരത്തിലുള്ള നിരവധി തരത്തിലുള്ള ചക്രങ്ങൾ, അതിൻ്റെ മന്ത്രങ്ങൾ, അതിൻ്റെ ധ്യാനങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സംഹിതയാണ് അഹിർബുദ്ധിന സംഹിത. അഹിർബുദ്ധിന സംഹിത എന്ന് പറയുന്നത് വൈഷ്ണവ പാഞ്ചരാത്ര സമ്പ്രദായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സംഹിതയാണ്. അതിൽ ഈ സഹസ്രാര ചക്രത്തെക്കുറിച്ചും ഈ സുദർശന ചക്രത്തെക്കുറിച്ചും അതിൻ്റെ ആരാധനകളെക്കുറിച്ചും അതിൻ്റെ പലതരത്തിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു, വസതി മനസി യസ്യ സോ അവ്യയാത്മാ പുരുഷവരസ്യെന്ന തസ്യ ദൃഷ്ടിപാതേ തവ ഗതിരഥവ മമാസ്തി ചക്രപ്രതിഹത വീര്യബല സോ അന്യലോക്യ. യമൻ തൻ്റെ കിങ്കരനോട് പറയുകയാണ് വിഷ്ണു പുരാണത്തിൽ, ആരുടെ ഹൃദയത്തിലാണോ അവ്യയാത്മാവും പുരുഷശ്രേഷ്ഠനുമായ ആ ഭഗവാൻ കുടിയിരിക്കുന്നത്, അയാളുടെ അടുത്തേക്കോ അയാളുടെ ദൃഷ്ടി പതിയുന്നിടത്തേക്കോ നമ്മൾ ഗമിക്കരുത്. കാരണം എന്തെന്നാൽ നിങ്ങളുടെയോ എൻ്റെയോ വീര്യത്തിനും ബലത്തിനും ആ ചക്രത്തെ കീഴടക്കാനുള്ള കഴിവില്ല. അയാൾ വേറൊരു ലോകത്തെ നിവാസിയാകുന്നു. സോ അന്യലോക്യ, വേറൊരു ലോകത്തെ നിവാസിയാകുന്നു. ആരുടെ ഹൃദയത്തിലാണോ ഈ ഭഗവാൻ വസിക്കുന്നത്, ചക്രധാരിയായിട്ടുള്ള ഭഗവാൻ വസിക്കുന്നത്, എങ്ങനെയുള്ള അവ്യയാത്മാവും പുരുഷശ്രേഷ്ഠനുമായിട്ടുള്ള ആ ഭഗവാൻ കുടിയിരിക്കുന്നത്, ആ ഭഗവാൻ ചക്രധാരിയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ കുടിയിരിക്കുന്നത് അയാളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അയാൾ എവിടേക്കാണോ അയാളുടെ ദൃഷ്ടി പതിയുന്നത് ആ ഇടത്തേക്ക് പോലും നമ്മൾ പോകാൻ പാടില്ല. കാരണം അയാൾ എന്ന് പറയുന്ന അയാൾ ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്നവനാണ്. അപ്പോൾ ആ ഭഗവാന്റെ കയ്യിലുള്ള ചക്രത്തിനെ കീഴടക്കാൻ, സ്വാധീനിക്കാനോ, എൻ്റെയോ നിങ്ങളുടെയോ, യമൻ കിങ്കരന്മാരോട് പറയുന്നത്, എൻ്റെയോ നിങ്ങളുടെയോ വീര്യത്തിനും ബലത്തിനും കഴിവില്ല. അയാൾ വേറൊരു ലോകത്തെ നിവാസിയാകുന്നു. അത് നമ്മൾ സാധാരണ ലോകത്തിൽ വസിക്കുന്ന ആളുകളല്ല, അത് ഭഗവത് ലോകത്തെ നിവാസിയാണ്. കാരണം ഭഗവാൻ അയാളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പം അങ്ങനെ നിരവധി അരങ്ങളോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അനന്തങ്ങളായിട്ടുള്ള, സഹസ്രം ആയിട്ടുള്ള അരങ്ങളോട് കൂടിയിട്ടുള്ള ആ ചക്രം ധരിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ഗഭസ്തി നേമി എന്ന് നാമം. അടുത്തത് 488 നാമം, സത്വസ്ഥ. ഭാഷകാരൻ പറയുന്നു, സത്വസ്ഥ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം കർമ്മങ്ങളാകുന്ന നിമിത്തത്തിൻ്റെ അഭാവം മൂലമാണ് അവർ യമാദികളാൽ ബാധിക്കപ്പെടാത്തവരാകുന്നത്. ആര്? ഈ ഭഗവാൻ ആരുടെയാണോ ഹൃദയത്തിൽ വസിക്കുന്നത് അവർ കർമ്മങ്ങളാകുന്ന നിമിത്തത്തിൻ്റെ അഭാവം മൂലമാണ് യമാദികളാൽ ബാധിക്കപ്പെടാതിരിക്കുന്നത്. യമൻ തുടങ്ങിയവർ അവരെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കർമ്മങ്ങളുടെ അഭാവം കൊണ്ടാണ്. അതിന് കാരണം എന്താണ്? ഇപ്പം കർമ്മങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ കർമ്മങ്ങളെ ബാധിക്കുന്നവരെ യമാദികളും ബാധിക്കുന്നുണ്ട്. പക്ഷെ ആരാണോ ഭഗവാൻ ആരുടെ ഹൃദയത്തിലാണോ ഭഗവാൻ ഇരിക്കുന്നത് അയാളെ കർമ്മങ്ങളും ബാധിക്കുന്നില്ല, യമാദികളും ബാധിക്കുന്നില്ല, അന്തകനും ബാധിക്കുന്നില്ല. ഭഗവാൻ അവരുടെ സത്വസ്ഥനാണ് എന്നതുകൊണ്ടാണത്. ഹൃദയത്തിൽ സ്ഥിതൻ എന്നർത്ഥം, സത്വത്തിൽ സ്ഥിതൻ
സത്വത്തിൽ സ്ഥിതനാണ് ഭഗവാൻ. സത്വസ്ഥ. ഭഗവാന്റെ ഭക്തന്മാരുടെ ഹൃദയം എന്ന് പറയുന്നത് സത്വ ഗുണത്തോടു കൂടിയതാണ്. സത്താണ്, സത്വമാണ്. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവരുടെ ഹൃദയത്തിൽ സ്ഥിതനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന് സത്വസ്ഥ എന്ന് നാം. സത്വം എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരുടെ ഹൃദയം, അതിൽ സ്ഥിതി ചെയ്യുന്നത് സത്വസ്ഥ. ഹൃദയത്തിൽ സ്ഥിതനായിരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ സ്ഥിതനായിരിക്കുന്നവൻ എന്ന് അർത്ഥം. വിഷ്ണു പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു: ഹൃദി യതി ഭഗവാൻ അനാദിരാസ്തേ ഹരിരപി ചക്രഗദാധരോ അവ്യയാത്മാ തദഘമഖ വിഘാത കർത്തൃഭിന്നം ഭവതി കഥം സതി ചാന്ധകാരം അർക്കേ. അനാദിയും അവ്യയാത്മാവും ചക്രം ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്നവനുമായ ആ ഹരി ആരുടെ ഹൃദയത്തിലാണോ വസിക്കുന്നത് അയാളുടെ പാപങ്ങളെല്ലാം നശിക്കുന്നു. അന്ധകാരവും സൂര്യനും എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത് പ്രകാശമാണ്, അന്ധകാരം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. അപ്പം അജ്ഞാനവും ഭഗവാനും ഒന്നിച്ചു നിൽക്കില്ല. അപ്പം ആരുടെ ഹൃദയത്തിലാണോ ഭഗവാൻ നിൽക്കുന്നത് അയാൾക്ക് പാപങ്ങൾ ഉണ്ടാകുകയില്ല. അയാൾ ചെയ്യുന്ന ഒന്നും പാപമായിരിക്കില്ല. സ്ഫടികമണി, വിഷ്ണു പുരാണത്തിൽ തന്നെ പറയുന്നു, സ്ഫടികമണി ശിലാമലക്വ വിഷ്ണു മനസ്സി നൃണാം ക്വ മത്സരാദി ദോഷ. സ്ഫടികമണിയുടെ ശില പോലെ അമലമായ ആ വിഷ്ണു ആരുടെ ഹൃദയത്തിലാണോ ഇരിക്കുന്നത് അയാളിൽ മാത്സര്യാദി ദോഷം എങ്ങനെ ഉണ്ടാവാനാണ്? സ്ഫടികമണി ശില, സ്ഫടികമണിയുടെ ശില പോലെ, സ്ഫടികമണി പോലെ അമലമായിട്ടുള്ളത്, മാലിന്യം തട്ടാത്തത്, വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്, തെളിഞ്ഞ് ഇരിക്കുന്ന വെള്ളം പോലെ, തെളിഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള, അത്രയും ശുദ്ധമായിട്ടുള്ള, മാലിന്യം തട്ടാത്ത ആ വിഷ്ണു, ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള ആ മഹാവിഷ്ണു ആരുടെ ഹൃദയത്തിലാണോ ഇരിക്കുന്നത് അയാളിൽ മാത്സര്യാദി ദോഷം എങ്ങനെ ഉണ്ടാകാനാണ്? മത്സരം എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാളുകൾ തമ്മിൽ, ഒന്നിലധികം ആളുകൾ തമ്മിലുള്ളതാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ രണ്ട് എന്നൊരവസ്ഥ ഇല്ല. അപ്പം രണ്ട് എന്നൊരവസ്ഥ ഇല്ലാതെയുള്ള ഒരു ബോധസ്വരൂപം നമ്മളിലാണുള്ളത് എങ്കിൽ നമ്മൾക്ക് ആരുമായിട്ടും മത്സരം ഉണ്ടാവുകയില്ല. കാരണം നമ്മളല്ലാത്തതൊന്നും വേറെ എവിടെയും ഇല്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകും. അതുകൊണ്ട് മാത്സര്യാദി ദോഷം ഇല്ല. യമൻ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യമനോ കർമ്മമോ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. കർമ്മം എന്ന് പറഞ്ഞാലും കർമ്മം എന്ന് പറയുന്നത് സമയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. നമ്മുടെ എല്ലാ കർമ്മഫലവും സമയത്തിലൂടെയാണ് പോവുക. ഒരു കർമ്മം ചെയ്യുന്നു, അതിന് ഫലം കിട്ടുന്നു. അത് സമയം എന്ന് പറയുന്നൊരു മാധ്യമം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. സമയം തന്നെയാണ് യമൻ. കാലം ആണ് കാലൻ. കാലൻ നമ്മളെ ഗ്രസിക്കുന്നു, കാലൻ നമ്മളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സമയം നമ്മളെ കൊല്ലുന്നു എന്ന് അർത്ഥം. ഈ സമയം ആണ് യമൻ. അപ്പോൾ യമൻ്റെ കിങ്കരന്മാരോ അയാളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ സമയാതീതനായിട്ടുള്ള ഭഗവാനായിത്തീരും ഇയാൾ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മവും ബാധിക്കുകയില്ല, സമയവും യമനും ബാധിക്കില്ല. ശ്രീ വിഷ്ണു ധർമ്മത്തിൽ ഇപ്രകാരം പറയുന്നു: കിങ്കരാഹ ദണ്ഡപാശൗവ ന യമോ ന ച യാതനാഹ സമർത്ഥാഹ തസ്യ യസ്യാത്മാ കേശവാലംബന സദാ. സദാ കേശവനെ അവലംബിച്ചിരിക്കുന്നവരെ യമനോ യമൻ്റെ കിങ്കരന്മാരോ
ആയുധങ്ങളായ ദണ്ഡം, പാശം എന്നിവയോ മറ്റ് യാതനകളോ ബാധിക്കാൻ സമർത്ഥരാകുന്നില്ല. ഇവിടെയും സമയത്തെയാണ് കണക്കാക്കുന്നത്. യമൻ്റെ കിങ്കരന്മാർ, സമയത്തിൻ്റെ കിങ്കരന്മാരാണത്. സമയമാകുന്ന ആ എൻറ്റിറ്റിയുടെ കിങ്കരന്മാരാണ് പല പല വസ്തുക്കൾ, രോഗം, പീഡ, ഇതൊക്കെ ഈ സമയത്തിൻ്റെ കിങ്കരന്മാരാണ്. ആയുധങ്ങൾ, ദണ്ഡം, സമയമാണ് നമ്മളെ ദണ്ഡിക്കുന്നത്. പാശം, സമയമാണ് നമ്മളെ വരിഞ്ഞ് കെട്ടുന്നത്. നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും സമയമാകുന്ന ആ എൻറ്റിറ്റിയാൽ വരിഞ്ഞ് കെട്ടപ്പെട്ടവരാണ്. അപ്പോൾ ആരാണോ ഭഗവാന്റെ ഭക്തരായിരിക്കുന്നത്, കേശവനെ അവലംബിച്ചിരിക്കുന്നത്, അവർ യമനോ യമൻ്റെ കിങ്കരന്മാരോ ആയുധങ്ങളായ ദണ്ഡം, പാശം എന്നിവയോ മറ്റ് യാതനകളോ, യാതനകൾ മുഴുവൻ സമയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. സമയം ചെല്ലുന്തോറുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള യാതനകളും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം സമയത്തിൻ്റെ ഭാഗങ്ങളാണ്, കിങ്കരന്മാരാണ് ഈ യാതനകൾ, മറ്റ് ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുഴുവൻ സമയത്തിൽ ഉള്ളതാണ്. അപ്പോൾ ആരാണോ കേശവനെ അവലംബിച്ചിരിക്കുന്നത് അയാൾ സമയത്തിന് അതീതനായിത്തീരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. യമനോ യമൻ്റെ കിങ്കരന്മാരോ ആയുധങ്ങളായ ദണ്ഡം, പാശം എന്നിവയോ ബാധിക്കുന്നില്ല. വാമന പുരാണത്തിൽ പ്രഹ്ലാദൻ ഇപ്രകാരം പറയുന്നു: തഥാന്യദുക്തം നരസത്തമേന ഇക്ഷ്വാകുണ ഭക്തിയുതേന നൂനം യേ വിഷ്ണുഭക്താ പുരുഷാ പൃഥിവ്യാം യമസ്യ തേ നിർവിഷയാ ഭവന്തി. നരശ്രേഷ്ഠനായ ഇക്ഷ്വാകുവിനാൽ ഭക്തി പുരസ്സരം ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു: ഈ ഭൂമിയിൽ വിഷ്ണു ഭക്തന്മാരായ മനുഷ്യർക്ക് യമൻ നിർവിഷയമായി തീരുന്നു. യമൻ എന്ന് പറഞ്ഞാൽ സമയത്തെ കുറിക്കുന്നതാണ്. സമയം ആ വിഷ്ണു എല്ലായിടത്തും നിലനിൽക്കുന്ന നിത്യമായിട്ടുള്ള ആ ഭഗവാനെ ആരാധിക്കുന്നവർക്ക്, ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് യമൻ അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് വിഷയമല്ലാതായിത്തീരുന്നു. അവരും സമയാതീതരായിത്തീരുന്നു. ധ്രുവനെ പോലെ. ധ്രുവൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിനു മുമ്പ് നാമങ്ങളിൽ കേട്ടു ധ്രുവൻ്റെ പല നാമങ്ങൾ. ധ്രുവൻ എന്ന് പറഞ്ഞാൽ നിത്യൻ എന്നർത്ഥം. ആ നിത്യത്വം ധ്രുവന് ലഭിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാൻ തന്നെയാണ് നിത്യൻ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ധ്രുവനും നിത്യനായിത്തീർന്നു, സമയത്തിന് അതീതനായിത്തീർന്നു. അതുകൊണ്ട് അങ്ങനെ ഭഗവാനെ ആരാധിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ സ്ഥിതനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന് സത്വസ്ഥ എന്ന് നാമം.